സംശയിച്ചായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 58-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് 1-ാം ബാല്യത്തെക്കുറിച്ചാണ്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന മലയാളത്തിലെ പതിപ്പുകൾക്ക് 16 ബാല്യങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ ബാല്യം 43 അധ്യായങ്ങളുണ്ട്. അത് 1944 ദൈവം വാൾത്തോർത്തായിക്ക് കൊടുത്ത ആ ദർശനങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അന്നത്തെ കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരതയുടെ കൃപ നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഒരു കാലം, ഒരു പശ്ചാത്തലമാണ്. അവിടെ വാൾത്തോർത്തായിക്ക് അതിസുന്ദരമായ പ്രത്യാശ നൽകുന്ന ആ രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള പശ്ചാത്തലം നൽകുന്ന ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, വാൾത്തോർത്തായിക്ക് ദർശനങ്ങൾ കിട്ടിത്തുടങ്ങുന്നത് 1943 മുതലാണ്. 53 വരെ അത് നീണ്ടു നിൽക്കുന്നെങ്കിലും 1947 വരെയാണ് ശക്തമായി അവൾക്ക് ദർശനങ്ങളും അനുഭവങ്ങളും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 53 വരെയുള്ള ആ കാലഘട്ടത്തിൽ അത് ചുരുങ്ങി 53 അത് പൂർണ്ണമായി നിൽക്കുകയാണ്. 1953 മുതൽ 61 അവൾ മരിക്കുന്നത് വരെ ആ 8 വർഷക്കാലം അവൾ ഈ ദർശനങ്ങളൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉള്ളിലേക്ക് വലിഞ്ഞ് ആസ്വദിക്കുന്ന, അയവിറക്കുന്ന ഒരനുഭവമായിരിക്കണം. കാരണം അവൾ ബാഹ്യമായിട്ട് അധികം സംസാരിക്കാറില്ലായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ പോലെ അവൾക്ക് കൊടുക്കുന്നത് കഴിക്കുന്നു, സന്തോഷവതിയായിരിക്കുന്നു. എന്തോ അദൃശ്യ ലോകത്തിൽ നടക്കുന്നതിനെ അവൾ ആസ്വദിക്കുന്ന ഒരനുഭവം. അപ്പം ഇത് നമുക്കറിയാം, 1-ാം ബാല്യം ശക്തമായ ഒരടിത്തറ തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ആ ബൈബിളിൽ കാണുന്ന കർത്താവിൻ്റെ മലയിലെ പ്രസംഗം, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 3 മുതൽ ഉള്ള വചനങ്ങൾ, ആ മലയിലെ പ്രസംഗത്തിൻ്റെ, അത് നമുക്ക് ഈ ലോകവുമായിട്ട് ചുറ്റപ്പെട്ട് നോക്കിയാൽ ഒരു രാജ്യസഭയുടെ അല്ലെ പാർലമെൻറ്റിൻ്റെ അല്ലെ നിയമസഭയുടെ ആദ്യം വരുമ്പോഴൊരു നയപ്രഖ്യാപനമുണ്ട്. ഗവർണറോ പ്രസിഡൻറ്റോ ഒക്കെ ആയിരിക്കും. അതുപോലെ ഒരു നയപ്രഖ്യാപനം, അതിൻ്റെ ഒരു അടിത്തറയാണ് ഈ 1-ാം ബാല്യത്തിൽ. 1-ാം ബാല്യത്തിൽ അതിശക്തമായ ചില വ്യക്തിത്വങ്ങളും പ്രമേയങ്ങളുമെല്ലാം പറയുന്നുണ്ട്. ഈ 1-ാം ബാല്യത്തിൽ നല്ല ശക്തമായ ഒരു അടിത്തറ ആയതുകൊണ്ട് അത് നമ്മൾ ആ കർത്താവ് പറയാൻ വിദൂരതയിൽ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ നയിക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ നമ്മളെ തീർച്ചയായിട്ടും ഈ അടിത്തറ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ 1-ാം ബാല്യത്തിൽ അല്പം വിശദമായിട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് എനിക്കറിയാം, എൻ്റെ ഈ അവതരണം വളരെ ശുഷ്കമായ, ബലഹീനമായ ഒരു അവതരണമാണ്. പക്ഷേ ഇതൊരു കൈനാട്ടിയാണ്. ആ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന വാൾത്തോർത്തായുടെ ഗ്രന്ഥത്തിലേക്ക്, അതിൽ കൂടി ഈശോയുടെ സ്നേഹത്തിലേക്കൊക്കെയുള്ള ഒരു കൈനാട്ടി മാത്രം ഇത്. ഈ അനുഭവം സ്വന്തം അനുഭവിച്ചത് പങ്കുവയ്ക്കുവാനുള്ള ഒരാഗ്രഹമാണ് ഇതിൻ്റെ പുറകിൽ വരുന്നത്. ഈശോ ഓരോ ദർശനത്തിലും കൂടുതൽ ആഴത്തിൽ പറയുന്നത് കൂടാതെ
വാൾത്തോർത്തായോട് നമുക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളും എല്ലാം വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഉപദേശങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. പലപ്പോഴും പറയുമ്പോൾ ആ ഉപദേശങ്ങളും അതിൻ്റെ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകളും എല്ലാം ശുഷ്കമായി പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ ഭാഗങ്ങൾ കൂടുതൽ വായിക്കാനും അതിനെക്കുറിച്ച് ധ്യാനിക്കാനും ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സഭയുടെ വിശദീകരണമുണ്ടായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ സഹരക്ഷക, അതുപോലെ തന്നെ കൃപയുടെ മാതാവ്, അതുപോലെ മധ്യസ്ഥ, ഈ 3 റോളുകളിൽ സഭയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും അതുതന്നെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത്. സഭയുടെ കാഴ്ചപ്പാട്, അതിന് ഭംഗം വരുത്തുന്ന ഒന്നും ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആ 1-ാം വാല്യത്തിൽ തന്നെ പരിശുദ്ധ കന്യാമറിയം പറയുന്നുണ്ട്, കൃപയുടെ എല്ലാം ഉറവ, തുടക്കം ഈശോയാണ്. ഒരുപക്ഷെ അവളുടെ റോള് ആ സൂര്യപ്രകാശം പ്രതിബിംബിക്കുന്ന ഒരു ചന്ദ്രൻ്റെ, അവളല്ല ആ പ്രകാശത്തിൻ്റെ ഉറവിടം, പക്ഷെ പ്രതിബിംബിക്കുന്ന ഒരു ഉപരിതലം. അതിലേക്കാണ് നമ്മളും ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തിൽ കൂടി നമ്മളെയും ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സഭയുടെ കാഴ്ചപ്പാടിന് വിപരീതമായി ഒന്നും തന്നെ ഒരുപക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അതിശയോക്തിപരമായിട്ട് അങ്ങനൊരു കാഴ്ചപ്പാട് ഉണ്ടാകാതിരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയെ വിശ്വാസികളുടെ മാതാവ് എന്ന ആ ഒരു അഭിസംബോധനയിൽ നമുക്ക്, പക്ഷെ ആ വിശ്വാസികളുടെ മാതാവാകുമ്പോൾ അതിലുള്ള ശക്തികൾ ധാരാളമായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാകും. അടുത്ത 2 ഭാഗങ്ങൾ കൂടി ഈ 1-ാം വാല്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ചില വ്യക്തിത്വങ്ങൾ, അതിലുപരി ചില ശക്തമായ പ്രമേയങ്ങൾ, അതുപോലെ മറ്റൊരു ഭാഗത്ത് ഉദ്ധരണികൾ. ഈ 2 ഭാഗങ്ങൾ കൊണ്ട് ഈ 1-ാം വാല്യം നമുക്ക് ഉപസംഹരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഈ ഒരു 1-ാം വാല്യത്തിൻ്റെ അടിത്തറ ഈശോയെ കൂടുതൽ അറിയുവാൻ, അറിയുന്ന ഈശോയെ സ്നേഹിക്കുവാൻ, ആ സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ പിൻചൊല്ലുവാൻ അതിനൊക്കെ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.